പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക സഹായം നമുക്ക് ആവശ്യപ്പെടാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ പെട്ട കാര്യമാണല്ലോ 7 ദാനങ്ങൾ: ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ധൈര്യം, ദൈവഭക്തി, ദൈവഭയം. ഇതിലും ബുദ്ധി, അറിവ്, ഇത് 2 കാര്യങ്ങളെടുത്ത് ബുദ്ധിയുടെ മേഖല, നമ്മുടെ അറിവിൻ്റെ മേഖല, ഇത് രണ്ടും അല്ലേ ബുദ്ധി, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, തീനാവ് അപ്പോസ്തലന്മാരുടെ ശിരസിൻ്റെ മുകളിൽ വന്നത്, ഇത് നമുക്ക് അത്യാവശ്യമാണ്. ബോധം, ബുദ്ധി, നമുക്ക് കർത്താവിൻ്റെ ബലിയർപ്പണമാണെന്നുള്ള അറിവ് അത് ബുദ്ധിയിലേക്ക് അങ്ങ് പ്രവേശിക്കട്ടെ, ബോധത്തിലേക്ക് വരട്ടെ, നല്ല ബോധത്തോടുകൂടെ ബലിയർപ്പിക്കുവാൻ സാധിക്കട്ടെ. അവന് ബോധമില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോകരുത്. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ബോധമില്ല എന്ന് പറയുന്നത് പോലെ ആകരുത്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഏറ്റവും വിലയുള്ള ഈ അനുഗ്രഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കിതിന് വില കൊടുക്കാനുള്ള ബോധവും അറിവും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അയോഗ്യതകൾക്കും നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങളെപ്പോഴും അങ്ങ് തിരുവിഷ്ടത്തിന് അനുസൃതമാക്കി തീർക്കുവാനും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങ് മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല. കാറ്റ് പറത്തുന്ന പതിരുപോലെയാണ് അവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവർത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നന്നായിട്ട് മദ്യപിക്കുന്ന ആളുകൾ അവർക്ക് പലപ്പോഴും ബോധം ഉണ്ടാവില്ല.
നല്ല ഡീസൻറ്റ് കുടിയന്മാരും ഇൻഡീസൻറ്റ് കുടിയന്മാരും. അപ്പോൾ അതിലും ഇങ്ങനെ ഇൻഡീസൻറ്റ് കുടിയന്മാർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളു കുടിച്ച് ബോധമൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടെന്ന് പറയും. വീട്ടുകാരത്തിയോടേക്ക് എന്തേ അവിടെ വന്ന് കിടപ്പുണ്ട്, കുടിച്ചിട്ട് വന്ന് കിടപ്പുണ്ടെന്ന് പറയും. ബോധമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ചില സ്ത്രീകൾക്ക് അവർക്കതിലും വലിയ ബോധമില്ല. കള്ളുകുടിച്ച് വരുന്നയാളോട് തർക്കിക്കും. കള്ളുകുടിച്ച് വരുന്നയാളോട് തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ മദ്യപിച്ച് കിക്കായിട്ടിരിക്കുക. അപ്പോൾ അയാളോട് വല്ലതും പറഞ്ഞിട്ട് നമ്മുടെ ആത്മരക്ഷ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇപ്പോൾ കുമ്പസാരിക്കേണ്ടി വരും, കാരണം വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബോധമുള്ള സ്ത്രീകളും മദ്യപിച്ച് ബോധമില്ലാതെ വരുന്ന ആളുകളോട് സംസാരിക്കാൻ പോയില്ല. പിന്നീട് പിറ്റേ ദിവസം അതിൻ്റെ കെട്ടൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ബോധം ഉണ്ടെന്ന് തോന്നുമ്പോൾ പറയും, താൻ എന്താ ഇന്നലെ പറഞ്ഞു കൂട്ടിയത്. ഒരാളെന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി, മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചപ്പോൾ ഇന്നലെ സംസാരിച്ചതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഒരു സ്ത്രീ ഇങ്ങനെ കുഴഞ്ഞു വീഴുമായിരുന്നു. അവർ പ്രഷറിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് കുഴഞ്ഞു വീഴുന്നതെന്ന് മനസ്സിലാക്കി പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചു, അത് നോർമലാക്കി. പക്ഷെ പിന്നെയും കുഴഞ്ഞു വീഴുന്നു. അപ്പോഴാണ് അവരുടെ തലച്ചോറിൽ ബ്രെയിനിൽ ഒരു മുഴയുണ്ട്, അത് കണ്ടെത്തിയത് MRI സ്കാൻ ചെയ്തപ്പോഴും. അപ്പോൾ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള അസ്വസ്ഥതയിലേക്ക് അതങ്ങനെ വരും. അപ്പോൾ ചിലപ്പോൾ ഡിപ്രഷൻ വരുന്നത്, ഫിക്സ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം 2-3 ദിവസം മുമ്പാണ് ഇവിടുത്തെ കുർബാന കഴിഞ്ഞ് മുറി ചെന്ന് കഴിഞ്ഞപ്പോഴും ഒരുത്തൻ ഫിക്സ് വന്ന് മുറിയിൽ വീഴുകയോ മറ്റോ ചെയ്തു. അപ്പോൾ അവർ പിറ്റേ ദിവസമാണ് അവർ പറയുന്നത്. ഒരിക്കൽ അവനിങ്ങനെ കോളേജിലെ മറ്റോ പഠിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ബോധം കെട്ട് വീണു. അപ്പോൾ ഫിക്സിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെന്ന് പറയുന്നു. അങ്ങനെ ബോധം കെട്ട് വീണു. ഇത് അങ്ങനെയുള്ള ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രകടമായ അസ്വസ്ഥതകളുള്ളവർ നന്നായിട്ട് ഉറങ്ങണമെന്നാണ് പറയുക. ഉറക്കമില്ലായ്മ ഇത് കൂടുതലാക്കും. ഇപ്പോൾ ഫിക്സ് വരുന്ന രോഗികളുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഉറങ്ങണം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളും അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യമാണ് നന്നായിട്ട് ഉറങ്ങണം. പ്രാർത്ഥിക്കണം. 10ാം ക്ലാസ്സിലാണ്. അവൻ ആദ്യം ചെയ്യേണ്ടത് ഉറക്കമാണ്. ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണാണല്ലോ. ഇപ്പോൾ മക്കൾക്ക് അങ്ങ് വാങ്ങിച്ചു കൊടുത്തിരിക്കുക. ഉറങ്ങാനായിട്ട് പ്രത്യേകം മുറിയും. അപ്പം മൊബൈൽ ഫോണുമായിട്ട് അങ്ങ് പോവും. അവിടെ പോയിരുന്ന് മൊബൈൽ നോക്കിയിരിക്കും. ഉറങ്ങുന്നത് ഒരു 4-5 മണിക്കൂർ മാത്രം. ചാറ്റിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോവും രാത്രി. അപ്പോൾ ഉറക്കം 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. എന്നാൽ മാത്രമേ ബ്രെയിന് റെസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഉറക്കമാണ് ആദ്യം വേണ്ടത് പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കണം, അച്ഛൻ പ്രാർത്ഥിച്ചില്ല, അച്ഛനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, അച്ഛൻ പ്രാർത്ഥിച്ചില്ല. ഇങ്ങനെ അച്ഛന്മാരെ കുറ്റം പറയുന്ന നേരം മക്കൾ ഉറങ്ങുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. ഉറക്കം. എന്നിട്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മെമ്മറി, ഗ്രാസ്പിംഗ് കപ്പാസിറ്റി, പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഇത് 3ഉം വർക്കൗട്ടാവും. ഇത് 3ഉം പ്രസൻസ് ഓഫ് മൈൻഡ് അത് നമുക്ക് വേണം. നമ്മളിപ്പോൾ മുതിർന്നവർ തന്നെ ഇത്തിരി ഉറക്കം ഒഴിച്ചു കഴിഞ്ഞാൽ എന്നെ മന്നിപ്പായിരിക്കും. നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല. രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, ഒരു മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് ജോലിക്ക് പോയാൽ അവിടെ മന്നിപ്പായിരിക്കും. മന്നിച്ച് ഇങ്ങനെ പൊട്ടം കടിച്ച് അണക്കി നിൽക്കും. ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലായി, പെട്ടെന്ന് അങ്ങ് തലയിൽ കയറില്ല, എല്ലാം ഇങ്ങനെ കിറങ്ങി അണക്ക നിൽക്കും. അപ്പോൾ മുതിർന്നവർക്ക് പോലും അങ്ങനെ വരുമെങ്കിൽ കുട്ടികൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ചില കുട്ടികൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ടും സംസാരിക്കുകയാണ്. ചില കുട്ടികളല്ല, പൊതുവെ സ്ലോയാണ്, ഇങ്ങനെ ആലോചിച്ച് പിടിച്ചൊക്കെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പം അത് നമുക്ക് ഇത് ആക്റ്റീവാക്കിയെടുക്കണം. അത് ബോധത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ അതാണ് കള്ളു കുടിക്കുമ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, ബോധം അതിലേക്ക് സംഭവിക്കും, അതിലേക്ക് പെട്ടെന്ന് പടർന്നു പിടിക്കും. ഒരു ലഹരി വസ്തുക്കൾക്ക് അതിന് വിധേയനാകേണ്ട, അതിന് ഉപയോഗിക്കേണ്ടി വന്ന ഒരു സഹോദരൻ ഇങ്ങനെ ബോധമില്ലാതെ എന്തൊക്കെയാണ് അവരെനിക്ക് തന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുറേ സാധനങ്ങൾ കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ കൊടുത്തെന്ന് ഒരു ബോധമില്ല. അതുപോലും സംഭവിക്കും. അപ്പം സംഭവം നമ്മുടെ തലച്ചോറിലെ 12 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. ക്രേനിയൽ നെർവ്സ്, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവയ്ക്കുമ്പോഴും ഇവിടെ നമ്മുടെ 2 വശത്തും ഇങ്ങനെ അനങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ അവിടെ വേദനിക്കും.
അപ്പോൾ അത് ചവയ്ക്കുമ്പോൾ ഇവിടെ അനങ്ങുന്നത്, അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, വായുവായിട്ടുള്ള കണക്ഷൻ. ഇത് ക്രേനിയൽ നെർവ്സ്, തലച്ചോറിലെ 12 നെർവുകളിലെ 5ാമത്തെ നെർവാണ്. അപ്പോഴാണ് മദ്യം കഴിക്കുമ്പോഴും വായിലൂടെ കഴിക്കുന്നത് നേരെ ആദ്യം തലയ്ക്ക് പോയിട്ട് അടിക്കുന്നത്. അതുകൊണ്ടാണ് തലയ്ക്കടിക്കുള്ളൂ ആദ്യം, പിന്നീടാണ് താഴത്തേക്ക് വരുന്നത്, താഴത്തേക്കുള്ള അടി വരുന്നത്, കരൾ, കിഡ്നി ഒക്കെ അടിച്ചു പോകുന്നത്. 4 അവയവങ്ങളെയാണ്, ഹാർട്ട്, അതുപോലെ കരൾ, ബ്രെയിൻ, അതുപോലെ നമ്മുടെ മറ്റൊരു അവയവം കൂടിയാണ്. അങ്ങനെ 4 അവയവങ്ങളാണ് പെട്ടെന്ന്, ലങ്സാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് കയറി ബാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോധം പോയി എന്ന് പറയുന്നത്. ബോധമില്ല, അവന് ബോധമില്ലെന്ന് പറയും. ഇതിങ്ങനെ ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ബോധമുണ്ടാകണം. ഇങ്ങനെ പാപത്തിനടിമകളായി പോകുന്നത്, മദ്യം കഴിച്ച ബോധമില്ലാതെ പോകുന്നത്. ഇന്നത്തെ 1ാം വായന നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിൽ അവർ പാപത്തിൻ്റെ നിയന്ത്രണത്തിലായിപ്പോയി. പാപത്തിൻ്റെ നിയന്ത്രണത്തിൽ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങൾ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. നീതിയുടെ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് ബോധമില്ലായ്മ വരുന്നത്. പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നിങ്ങൾ നീതിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇന്ന് ചിലപ്പോൾ മദ്യപാനം മാറിയ ബോധമില്ലാതെ പലതും പറഞ്ഞുകൂട്ടിയവരും പിറ്റേ ദിവസം ബോധം വയ്ക്കുമ്പോൾ, എടി ഞാൻ എന്തൊക്കെയാണ് ഇന്നലെ പറഞ്ഞത് എന്ന് ഭാര്യയോട് ചോദിക്കും. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? എന്ത് കിട്ടി? ഇങ്ങനെ മദ്യപിച്ചും കിക്കായി നടന്നിട്ട് എന്ത് കിട്ടി? എന്ത് പ്രയോജനം കിട്ടി? വല്ലതും കിട്ടിയോ? അതാണ് ബൈബിൾ ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? എന്ത് ഫലം കിട്ടി? ബോധമില്ലായ്മ. അതാണ് ഞാൻ ഇന്ന് സുവിശേഷത്തിലും ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഭൂമിയിൽ തീയിടാൻ. ഇത് ഒരു ബോധത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. ബോധം ഉണ്ടാകണം. അത് ബോധത്തിൻ്റെ മേഖലയിലാണ്. തലയിലെ തീ, ഭൂമിയിൽ തീ, അനുതാപം, തലയിലെ തീ. അതാണ്, അങ്ങനെ ഒരു ബോധം വരണം. ബോധമില്ലായ്മ, തീയില്ലാത്ത അവസ്ഥ. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമാണ്. അത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ്. മാത്രമല്ല, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ, റോമ 12:20, നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. ഇതിൻ്റെ ഒരു ഇണവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, 21-ഉം 22-ഉം, ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇത് പല രീതിയിൽ ചിന്തിക്കാം. ബോധമില്ലായ്മ, ഒരു ബോധം വയ്ക്കുന്ന അവസ്ഥ. അതാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ, അപ്പോൾ അവന് സുബോധമുണ്ടായി. പന്നിക്കൂട്ടിക്കിടന്നപ്പോൾ അവന് ബോധം വെച്ചു. സ്വത്തും വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ബോധമില്ല. അവൻ എന്താണ് പറയുന്നത്? അപ്പനോടാണ് പറയുന്നത്, അപ്പ എൻ്റെ സ്വത്തിങ്ങടുതാ, ഞാൻ പോട്ടെ. അങ്ങനെ പറയുമ്പോൾ അവന് ബോധമില്ല. പക്ഷെ പന്നിക്കൂട്ടിക്കിടന്നപ്പോൾ അവന് ബോധമുണ്ടായി. ഈ ബോധം എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഈ വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളോട് ആരോടും ചോദിച്ചിട്ടല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. പക്ഷെ നമ്മളെ കൂടാതെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല. പ്രിയ ദൈവമൈതലേ, നിന്നോട് ചോദിച്ചിട്ടല്ല നിന്നെ സൃഷ്ടിച്ചത്. പക്ഷെ നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ 2 പേർക്ക്, ഒരു മദ്യപാനിയെ രക്ഷിക്കാൻ 2 പേർക്ക് സാധിക്കും. അത് ആർക്കൊക്കെയാണെന്ന് അറിയാവോ? ഈ ലോകത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക്, അയാളെ രക്ഷിക്കാൻ 2 പേർക്ക് ഈ ലോകത്ത് സാധിക്കും. ഒന്ന് അവനവന്, 2 ദൈവത്തിന്. മറ്റുള്ളവർക്ക് രക്ഷിക്കാൻ പറ്റുകയില്ല. പറഞ്ഞ കേൾക്കില്ല. പിന്നെന്ത് ചെയ്യും? ഇപ്പം ധൂർത്തപുത്രൻ പോകുമ്പോൾ, എടാ മോനെ പോകല്ലടാ എന്ന് ചിലപ്പോൾ അപ്പം പറഞ്ഞു കാണും. പക്ഷെ പോയി ഇനി മനസ്സിലാകില്ലല്ലോ. ഇല്ല, മൂത്ത മകനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ
അങ്ങനെയെങ്കിൽ അവൻ പോകാതിരിക്കാൻ വേണ്ടി അപ്പൻ എന്തെങ്കിലും പറഞ്ഞു കാണാം, മനസ്സിലാകൂല, ബോധമില്ല, എന്തോ തലക്കടിച്ച് കയറിയിരിക്കുക. കൂട്ടുകാർ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണാം, അപ്പനോട് സ്വത്ത് മേടിക്കാം, നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ അവൻ അതാണ് തലയിൽ കയറിയിരിക്കുന്നത്. അപ്പൻ്റെ സ്നേഹമൊന്നും തലയിൽ കയറിയിട്ടില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നും. അപ്പോൾ പിന്നെ പന്നിക്കൂട്ടിൽ ആരാണ് ചെന്നത്? പന്നിക്കൂട്ടിൽ ആരെങ്കിലും ചെന്നോ? പന്നിക്കൂട്ടിൽ നിന്ന് ആരെങ്കിലും നീ വീട്ടിൽ പോടാ, ഇവിടെ കിടന്ന് പന്നിയുടെ ഭക്ഷണം കഴിച്ച് കിടന്നലയാതെ വീട്ടിൽ പോടാ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെ ബോധമുണ്ടായി? അപ്പോൾ അവന് സുബോധമുണ്ടായി. അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്. അതാണ് നടപടി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ നിൽക്കുന്നതായി അവൻ കണ്ടു. നമ്മളിത് കാണുന്നത് അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത് അനുഭവത്തിൽ അവിടെ ശിരസിൽ ആത്മാവ് വന്ന് നിൽക്കുന്ന അനുഭവമാണ്. അവരുടെ ശിരസിൽ പരിശുദ്ധാത്മാവ് വന്ന് നിൽക്കുന്ന അനുഭവമാണ്. അവിടെ ശിരസിൽ എന്തുകൊണ്ടാണ്? ബോധം വരാൻ വേണ്ടിയിട്ടാണ്, ബോധം. ഇനി നടപടി പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ ഒരു മിന്നലോളി, കുതിരപ്പുറത്ത് സാവൂളം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരപത്രം വാങ്ങിക്കാൻ പോകുമ്പോൾ ആകാശത്തുനിന്നൊരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു, അവനെ തലക്കടിച്ച് വീഴ്ത്തി എന്ന് പറയുന്ന പോലെ സാവൂളിനെ തലക്കടിച്ച് വീഴ്ത്തി. അതാണ്. അപ്പോൾ അവന് ഒരു ബോധം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മാവിൻ്റെ അടി. ഒരു പരിശുദ്ധാത്മാവ് അങ്ങനെ അടിക്കും, അതൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ടാണ്? തലയിൽ ഇങ്ങനെ വന്ന് അടിക്കുന്നത്, തലയിലെത്തി നാവ്, അത് ബോധമുണ്ടാവണം. പരിശുദ്ധാത്മാവാണ് ബോധം തരുന്നത്. ദൈവാരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ബോധം തരണമേ. ബോധത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെ ആത്മാവ്. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ഈശോയുടെ ഇത് ബലിയർപ്പണത്തിൻ്റെ അനുസ്മരണമാണെന്നുള്ള ബോധം. അതില്ലാത്തവനാണ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കുർബാന സമയത്ത് ഫോട്ടോ എടുക്കുന്നത്. ബോധമില്ല, അതാണ്. ബോധമുണ്ടാകണം. ഈ ബോധത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഈ ബോധം ആര് തരും? പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പം തനിയെ ഉണ്ടാകണം. അപ്പം അതാണ് നമ്മൾ പാടി പ്രാർത്ഥിക്കേണ്ട കാര്യം. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ എന്നും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ അത് നമ്മുടെ ഒരു പരിമിതിയാണ്. ഇത് ഇനിയും രക്ഷപ്പെടാനൊരു സാധ്യതയുണ്ട്, രക്ഷപ്പെടാനായിട്ടൊരു സാധ്യതയാണ്. പക്ഷെ നമ്മൾ തന്നെ പരിശ്രമിക്കണം. ദൈവം നമ്മളെ രക്ഷപ്പെടുത്താം. ഇല്ല, യൂദാസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. അതാണ്. അപ്പം നമ്മളെയും രക്ഷപ്പെടുത്താൻ, നമുക്കൊരു കെണി നിന്ന് ദൈവം രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. 2 തിമോത്തി 2:25 എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിൽ അതിലേക്ക് മടങ്ങി വരാനുതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. 2 തിമോത്തി 2:26 പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നില്ല, രക്ഷപ്പെട്ടേക്കാം. ഒരു സാധ്യതയുണ്ട്. അതാണ് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു അസ്വസ്ഥത ഉണ്ടാകണം. പന്നിക്കൂട്ടി കിടന്നപ്പോൾ ധൂർത്തപുത്രൻ അസ്വസ്ഥത ഉണ്ടായി. ഈ പോക്ക് ശരിയല്ല, ഇങ്ങനെ പോയാൽ ശരിയാകിയല്ല എന്ന് ഒരു ചിന്തയുണ്ടായി. അത് ആര് കൊടുത്തു? അത് ദൈവം കൊടുത്ത. നമുക്ക് അങ്ങനെ ഉണ്ടാകണം. വ്യഭിചാരത്തിന് പോകുമ്പോഴും ഞാൻ ഈ ചെയ്യണത് തെറ്റാണ്, വിവാഹ ഉടമ്പടി ലംഘിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ജീവിത പങ്കാളി നല്ല സമർപ്പണത്തിൽ ജീവിക്കുന്ന ഒരാളുണ്ടെന്ന ബോധം ഉണ്ടാകണം. കള്ളുകുടിക്കുമ്പോഴും ഇത് എൻ്റെ ശരീരത്തെ കേടാക്കുന്ന കാര്യമാണ്, അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. എനിക്കെന്തെങ്കിലും പറ്റിയാൽ വീട്ടുകാരെ പൊക്കിക്കൊണ്ട് നടക്കാൻ. നാട്ടുകാർക്ക് കുഴപ്പമില്ല, നമുക്കെന്താ? ഇല്ല, നാട്ടുകാർക്ക് എന്താ കുഴപ്പം? അയൽ വീട്ടിൽ ഒരുത്തൻ കള്ളു കുടിച്ച് അവൻ്റെ കിഡ്നി പോയാൽ നാട്ടുകാർക്ക് എന്താ കുഴപ്പം? അവനവനാണ് കുഴപ്പം, അവനവൻ്റെ കുടുംബത്തിനും. വീട്ടുകാരെടുത്ത് പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. ഡയാലിസിസ് ആണെങ്കിൽ അങ്ങനെ. അപ്പം നമ്മൾ ഈ കെണികൾ തിരിച്ചറിയുക, നമ്മൾ തിരുത്തുക. ഇത് നമുക്ക് ആവശ്യമാണ്. ഇതിന് നമ്മളെ രക്ഷിക്കാൻ ഒന്ന് നമുക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ ദൈവം രക്ഷിക്കും. നമുക്കതുകൊണ്ട് ഈ ഒരു അനുഗ്രഹം
ഇങ്ങനെ പരിശുദ്ധാത്മാവ് വന്ന് അത് സാവൂളിൻ്റെ ശിരസിൽ അനനിയാസ് കൈവച്ചു. അപ്പം തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അത് നടപടി പുസ്തകം 9-ാം അധ്യായം 18-ാം വാക്യത്തിലാണ്. പിന്നെ 18, 19, 20 ആ വാക്യങ്ങളിൽ പറയുന്നത്, പിന്നെ അവൻ എല്ലാ സിനഗോഗുകളിൽ ചെന്നിട്ട് യേശുക്രിസ്തു ദൈവമാണെന്നും അവൻ ഉറക്കെ പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ബോധമുണ്ടായി. നമ്മളിങ്ങനെ ബോധമില്ലാതെ പള്ളിപ്പോണൊക്കെ മടുത്ത് ഒരു ബോധമില്ലാതെ ഇങ്ങനെ ആവശ്യമില്ലേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോധത്തിലേക്ക് കാര്യം വരണം. എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ രക്ഷിക്കാനുള്ളൂ എന്ന് ആ ബോധത്തിലേക്ക് വരാനും ദൈവാനുഗ്രഹം ഉണ്ടാകാനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മൾ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ്റെ കുടുംബം ഉണരും. എൻ്റെ മദ്യപാനം മാറിയാൽ എൻ്റെ കുടുംബത്തിന് സമാധാനമായി. ഒരു മദ്യപാനിയുടെ മദ്യപാനം മാറണമേ. ജീവിത പങ്കാളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൻ്റെ മദ്യപാനം മാറണമേ. ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടുകാരൻ്റെ മദ്യപാനം മാറണമേ. മദ്യപാനം ഒന്ന് മാറിയാൽ അവർക്ക് ആ പ്രാർത്ഥന ഒന്ന് കുറയില്ലേ? പാവങ്ങൾക്ക് എന്തോരം പ്രാർത്ഥനയുണ്ട്. മദ്യപാനം മാറ്റണമേ, മദ്യപാനം മാറ്റണമേ, മദ്യപാനം മാറ്റണമേ. ഇത് തന്നെ ഉള്ളോ പ്രാർത്ഥന? അതൊന്ന് നമ്മളൊന്ന് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ, മദ്യപാനം ഒന്ന് മാറിയാൽ ആ പാവങ്ങൾക്ക് വേറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാമല്ലോ. എന്തോരം കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലെൻ്റെ കുടുംബമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. പരിശുദ്ധ മറിയമേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പറ്റിയ വിധം നല്ല ബോധത്തോടെ ഗബ്രിയേൽ മാലാഖയുടെ മുമ്പിൽ നിന്ന് പരിശുദ്ധ മറിയമേ, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മുമ്പിൽ നല്ല ഉണർവോടുകൂടെ ബോധത്തോടുകൂടെ നിൽക്കാൻ, അവസാനം വരെ അത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിത കാരുണ്യവാനായി നല്ല ദൈവമേ, സ്നേഹയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിത കാരുണ്യവാനായി നല്ല ദൈവമേ, സ്നേഹമായി സാദരം സ്വീകരിച്ചാലോ ഈലയായി എന്നുടെ ഈ കാഴ്ചകൾ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങ് ദാനങ്ങൾ ആദരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മലരായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന്
നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമന്ത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങ് മഹിമകളാ നിരണ്ടുമതും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റു ധന്യനുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ ഞങ്ങളുടെ എല്ലാവരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണ് എൺകൾ കണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണ് എൺകളിൽ കണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണയാണ് എൺകൾ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.